സർ, ഈ 2020 ആലപ്പുഴയിലെ ശ്രീ അയ്യപ്പ കോളേജിന്റെ പ്രിൻസിപ്പലായിരിക്കെ അനിൽകുമാർ പങ്കെടുത്ത ഒരു കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിന്റെ ചിത്രം ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുക. അന്ന് ആ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അന്ന് ഈ പറഞ്ഞ ഭാരതാംബയുണ്ടായിരുന്നു. അതിന് മുന്നിൽ വിളക്കം വെച്ചിരുന്നു. അന്നില്ലാത്ത പ്രശ്നം എന്താണ് ഇപ്പോൾ അനിൽകുമാറിന് ഇപ്പോൾ? അത് വളരെ രസകരമാണ്. 5 വർഷം കൊണ്ട് അനിൽകുമാറിന് വലിയ മാറ്റങ്ങൾ വന്നു എന്നല്ലേ ഇത് സൂചിപ്പിക്കുന്നത്. അന്ന് അനിൽകുമാറിന് ഈ ആലപ്പുഴയിലെ അയ്യപ്പ കോളേജ് എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജാണ്. അവിടെ ABVP ആണ് മിക്കപ്പോഴും തിരഞ്ഞെടുക്കപ്പെടുക. മിക്കപ്പോഴും അല്ല, എൻ്റെ അറിവിൽ ABVP ആണ് അവിടുത്തെ ഏറ്റവും ശക്തമായ ഒരു വിദ്യാർത്ഥി യൂണിയൻ. അപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ ABVP ഈ കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിന് ആ സ്റ്റേജിൽ, വേദിയിൽ ഭാരതാംബയുടെ ചിത്രം പതിച്ച ഒരു ബാനർ വെച്ചിരുന്നു. അതിന് മുമ്പിലാണ് ഈ വിളക്ക് കൊളുത്തി ഇദ്ദേഹം ഉദ്ഘാടനം ചെയ്തത് കോളേജ് യൂണിയൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അത് വലിയ വാർത്തയായി. നമ്മുടെ മാതൃഭൂമി ചാനലൊക്കെ അതെടുത്ത് വലിയ കാര്യമായിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അന്നില്ലാത്ത എന്ത് അയിത്തമാണ്, തൊട്ടുകൂടായ്മയാണ് അനിൽകുമാറിന് ഇപ്പോൾ ഭാരതാംബയോട് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ചോദ്യം. വളരെ ലളിതം. അന്ന് KS അനിൽകുമാർ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പൽ മാത്രമായിരുന്നു. ഇന്ന് KS അനിൽകുമാർ ഒരു സർവകലാശാലയുടെ രജിസ്ട്രാറാണ്. ഇനിയും ഉന്നത പദവികളിലേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിയും. അതിനുള്ള ഒരു ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് തണൽ കൊടുക്കുന്നവർക്ക് അതിനുള്ള ശക്തിയുണ്ട് എന്നുള്ളതാണ്. യജമാനന്മാരെ പ്രീതിപ്പെടുത്താനാണ് അനിൽകുമാർ ഈ വെകളിത്തരം കാണിച്ചത് എന്ന് വ്യക്തമാണ്. ഇതിപ്പോ ഈ ഒരു പ്രശ്നം കഴിഞ്ഞ 25-നാണ് ശ്രീ പത്മനാഭ സേവാ സമിതി നടത്തിയ സെനറ്റ് ഹാളിൽ നടത്തിയ ഒരു പ്രോഗ്രാം. സെനറ്റ് ഹാള് വാടക എടുത്ത് 65,000 രൂപയ്ക്ക്. അപ്പൊ ഇത്തരത്തിൽ സർക്കാരിന്റെ നിരവധി ഹാളുകൾ, നിരവധി ഇപ്പം ഹിന്ദു സംഘടനകളുടെ പ്രോഗ്രാമിന്, ക്രിസ്ത്യൻ സംഘടനകളുടെ പ്രോഗ്രാമിന്, മാരേജിന്, ഹിന്ദു മതപ്രകാരമുള്ള മാരേജിന്, ക്രിസ്ത്യൻ മതപ്രകാരമുള്ള മാരേജിനൊക്കെ നിരവധി സർക്കാരിന്റെ ഹാളുകൾ ഇത്തരത്തിൽ വാടക കൊടുത്ത. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് വാടകയ്ക്ക് കൊടുത്തപ്പോൾ പറയാഞ്ഞത് ഹിന്ദു ആചാരപ്രകാരമുള്ള അനിൽകുമാറിന് വളരെ കൃത്യമായിട്ട് അറിയാം ഇത് ആരാണ് വാടകയ്ക്ക് എടുക്കുന്നത്. ശ്രീ പത്മനാഭ സേവാ സമിതി അവര് ആരാണെന്നും എന്താണെന്നും അനിൽകുമാറിന് നന്നായിട്ട് അറിയാം. എന്ന് മാത്രമല്ല, നടക്കാൻ പോകുന്ന പരിപാടി എന്താണെന്ന് അറിയാം. അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് ഒരു പുസ്തക പ്രകാശനമാണ്, ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയാണ് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ പറഞ്ഞതുപോലെ അതിൻ്റെ പുറകിലൊരു വലിയ ഗൂഢാലോചനയുണ്ട്. ഈ ഭാരതാംബ വേഴ്സസ് പിണറായി വിജയൻ, അല്ലെങ്കിൽ ഭാരതാംബ വേഴ്സസ് CPM, അല്ലെങ്കിൽ ഗവർണർ വേഴ്സസ് എന്താ പറയണ്ടേ, കേരള ഗവൺമെൻറ് എന്നുള്ള ഒരു നരേറ്റീവ് അവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവരുടെ പരിപാടിയിൽ എന്തായാലും ഭാരതാംബ ഉണ്ടാവും എന്ന് ഈ രജിസ്ട്രാർ അനിൽകുമാറിനും അറിയാം. അവിടെ ബഹളം ഉണ്ടാക്കാൻ വന്ന പാർട്ടി കൂട്ടത്തിനും അറിയാം, മനഃപൂർവ്വം. അപ്പോൾ ഈ പരിപാടിയിലൂടെ തങ്ങളുടെ ചില ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് CPMകാർ ആസൂത്രണം ചെയ്തതാണെന്ന് വ്യക്തമാണ്. നോക്കൂ, 2015 മുമ്പ്, 2011 തൊട്ട് 15 വരെയുള്ള കാലത്ത്, അല്ലെങ്കിൽ 16 വരെയുള്ള കാലത്ത് നിരവധി ഉപതെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒക്കെ നടന്നു. അവിടെയെല്ലാം CPMന് കനത്ത തിരിച്ചടിയായിരുന്നു. ഈ 2015 വരെ, അതായത് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരമേൽക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് LDF ജയിച്ചത് വെറും 8 സീറ്റാണ്. 12 സീറ്റിൽ UDF ആണ് ജയിച്ചത്. അതുപോലെ അതിനു മുമ്പ് നടന്ന അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് UDF ജയിച്ചു. അതിനു മുമ്പ് നടന്ന നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് UDF ജയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി LDFിലുണ്ടായിരുന്ന ഒരു ഘടകകക്ഷി, കൊല്ലം ജില്ലയിൽ വലിയ സ്വാധീനമുള്ള ഒരു ഘടകകക്ഷി, അവരെ പിരിഞ്ഞ് UDFിലേക്ക് വന്നു. RSP പ്രേമേന്ദ്രന് സീറ്റ് നിഷേധിച്ചതാണ് LDFന്, RSPക്ക് കൊല്ലം സീറ്റ് നിഷേധിച്ചതാണ് അതിന് കാരണം. അവർ അത് വിട്ട് UDFിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ വലിയ തിരിച്ചടി നേരിട്ട് നിന്ന സമയത്താണ് അവർക്ക് അവിചാരിതമായിട്ട് ഒരു സംഭവം വീണ് കിട്ടുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, UPയിൽ അഖ്ലാഖ് എന്ന് പറയുന്ന ഒരാളിനെ ജനക്കൂട്ടം തല്ലിക്കൊന്നു. അയാളുടെ വീട്ടിൽ പശുമാംസം സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും അതിൻ്റെ പുറത്ത് നിയമ നടപടികളൊക്കെ നടന്നു.
ഈ അഖിലാഖ് പശുവിനെ മോഷ്ടിച്ചുകൊണ്ട് പോയെന്നും അതിനെ കൊന്ന് ഇറച്ചിയാക്കിയെന്നും ഒക്കെയാണ് ആരോപിച്ചാണ് നാട്ടുകാർ ഒരു ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് അഖിലാഖിനെ ആക്രമിച്ചു കൊന്നത്. തൊട്ട് പുറകെ നമ്മുടെ ഡൽഹിയിലെ കേരള ഹൗസിൽ ഒരു കടലാസ സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു വിവാദമുണ്ടായി. അവിടെ ബീഫ് വിളമ്പുന്നു എന്ന് പറഞ്ഞ് അവിടെ കയറി ഒരാൾ പ്രശ്നമുണ്ടാക്കി. ഇങ്ങനെ ഒരു സാഹചര്യം മനഃപൂർവ്വം സൃഷ്ടിച്ചുകൊണ്ട് അതിനെ മുതലെടുത്തുകൊണ്ട് നാടെങ്ങും CPM-കാർ ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ തുടങ്ങി. ഈ ബീഫ് ഫെസ്റ്റിവൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ബീഫ് തിന്നാനുള്ള ആഗ്രഹമോ കൊതിയോ ഒന്നുമല്ല, മറിച്ച് വളരെ കൃത്യമായിട്ട് ഈ നാട്ടിലെ മുസ്ലിം വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി ചെയ്തതാണ്. നോക്കൂ, കോൺഗ്രസ്സിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. നരേന്ദ്രമോദിയാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. ആരാണ് നരേന്ദ്രമോദി? ഗുജറാത്ത് കലാപത്തിൻ്റെ ആവിഷ്കർത്താവും പ്രയോക്താവും ഗുണഭോക്താവും ഒക്കെയാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദി നാളെ നിങ്ങളെ പച്ചയ്ക്ക് തിന്നും. അന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഇവിടെ പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ. ആരാ പിണറായി വിജയൻ? പണ്ട് തലശ്ശേരി കലാപത്തിൽ ഒരു പള്ളി തകർക്കാൻ RSSകാർ ശ്രമിച്ചപ്പോൾ അന്ന് അതിനെ എതിർത്ത ഒരു വിഭാഗം ചെറുപ്പക്കാർ, CPM-ന്റെ ഒരു വിഭാഗം ചെറുപ്പക്കാരുടെ നേതാവായിരുന്നു പിണറായി വിജയൻ. അന്ന് പിണറായി വിജയൻ രംഗത്തിറങ്ങിയതുകൊണ്ടാണ് പല പള്ളികളും സംരക്ഷിക്കപ്പെട്ടത്. ഇന്നും ഇവിടെ RSSനെ നിലയ്ക്ക് നിർത്താൻ പിണറായി വിജയന് മാത്രമേ സാധിക്കൂ, മറ്റാർക്കും സാധിക്കില്ല. ഇങ്ങനൊരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്തു. ആ നരേറ്റീവാണ് 2016 ഈ LDFനെ ഒരു മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ എത്തിച്ചത്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു തൂക്കുസഭ ഉണ്ടായേനെ. കാരണം BJP വോട്ടുകൾ കൃത്യമായിട്ട് പിടിക്കുകയും അത് LDFനും UDFനും ഒരുപോലെ ദോഷം ചെയ്യുകയും ചെയ്തു. ഇപ്പുറത്ത് UDFന് കിട്ടിക്കൊണ്ടിരുന്ന മുസ്ലിം വോട്ട് വലിയ തോതിൽ LDFിലേക്ക് പോയി. LDFന് കിട്ടുന്ന പരമ്പരാഗത വോട്ടുകൾ LDFന് തന്നെ കിട്ടി. അതിൻ്റെ കൂടെ മുസ്ലിം വോട്ടുകൾ കൂടെ ചേർന്നപ്പോഴാണ് ഈ പറയുന്ന 92 സീറ്റിലേക്ക് അവർ ഉയർന്നു വന്നത്. ഏതായാലും എനിക്കൊരു സംശയം കൂടെ ബാക്കി നിൽക്കുക. കാരണം കുറച്ച് ദിവസം മുമ്പ് ഗവർണറുടെ സുരക്ഷയെ സംബന്ധിച്ച് ഒരു പ്രശ്നമുണ്ടായിരുന്നു. DGP പറഞ്ഞത് സർക്കാർ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിട്ടുതരാൻ പറ്റില്ല. അത് ഗവർണർ ഗവർണർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് ആദ്യം 6 പേരുടെ ലിസ്റ്റ് അംഗീകരിച്ച് ഉത്തരവ് വന്നു. പിന്നീട് അത് റദ്ദാക്കുകയാണ്. ഇന്നലെ DYFI നടത്തിയ കൊലവിളി, അതും ബാരിക്കേഡ്. ഞാൻ ഇന്നലെ 2 സമരങ്ങൾ നോക്കിയിരുന്നു ചേട്ടാ. അതിൽ ഒന്ന് KSU നടത്തിയ, സന്ദീപ് വാര്യരുടെ നേതൃത്വത്തിൽ നടത്തിയ KSUവിന്റെ സമരവും, ഒന്ന് DYFI ഈ പറഞ്ഞോണം ഗവർണറുടെ നേരെ നടത്തിയ സമരമാണ്. ഈ 2 സമരത്തിലും ബാരിക്കേഡുകൾ ഉണ്ടായിരുന്നു, പോലീസുകാരുണ്ടായിരുന്നു. പക്ഷേ സന്ദീപ് വാര്യർ കൂട്ടരും എത്ര ശ്രമിച്ചിട്ടും ബാരിക്കേഡ് തകർത്ത് മുന്നിലേക്ക് കയറാൻ അവർക്ക് സാധിച്ചില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് DYFIയുടെ സമരത്തിന് പലപ്പോഴും ബാരിക്കേഡുകൾ തകർത്ത് രാജ്ഭവനിന്റെ പ്രധാന വാതിൽ വരെ എത്താൻ സാധിച്ചത്? ഭരിക്കുന്നതാരാ? പിണറായി വിജയൻ. ആരുടെ പോലീസാ? പിണറായി വിജയന്റെ പോലീസ്. ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നതാരാണ്? P. ശശി. ഇനി എന്ത് വേണം? പോലീസ് എത്രത്തോളം നിഷ്ക്രിയമാകുമെന്ന് ഇതിൽ കൂടുതൽ തെളിവ് ആവശ്യമാണ്. ഗവർണർ എന്ന് പറയുന്ന സ്ഥാനം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട, ഒരുപക്ഷെ മുഖ്യമന്ത്രിയെക്കാളും പ്രധാനപ്പെട്ട സ്ഥാനമാണ്. അതിന്റെ ഉത്തരവാദിത്വം, സുരക്ഷാ ഉത്തരവാദിത്വം നടത്തേണ്ടുന്നത് സർക്കാർ തന്നെയല്ലേ? നിങ്ങൾക്ക് CPM-നെ അറിയില്ല. അതുകൊണ്ടാണ്. CPM-നെ സംബന്ധിച്ച് അവർക്ക് ഭരണവും തിരഞ്ഞെടുപ്പും ഒന്നും വിഷയമല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് TP ചന്ദ്രശേഖരൻ എന്ന അവരുടെ പാർട്ടി വിട്ടുപോയ, ഒരു കാലത്ത് അവരുടെ പാർട്ടിയിലെ ഏറ്റവും സമുന്നതനായ ഒരു ചെറുപ്പക്കാരൻ കൂടിയ ഒരു നേതാവിനെ അവർ 51 വെട്ടുവെട്ടി അതിക്രൂരമായി കൊല്ലുമോ? നോക്കൂ, അതാണ് CPM. കേരളത്തിലെ CPM അവർക്ക് തിരഞ്ഞെടുപ്പും അധികാരവും ഗവർണറും പ്രധാനമന്ത്രിയും ഒന്നും അവർക്ക് വിഷയമല്ല. പക്ഷെ അവർ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഗവർണർക്ക് ഒരു പോറൽ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം. അത് അവർക്ക് പരിചയമില്ല. അവർക്ക് നരേന്ദ്രമോദി, അവരിവിടെ കേരളത്തിൽ ഭരണത്തിലില്ലാത്ത ഒരു MLA പോലും ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു BJPക്കും RSSനും ഒക്കെ. അന്ന് RSSനെയും BJPയും വേട്ടയാടിയതുപോലെ ഇനിയും വേട്ടയാടാം, ആ കൂട്ടത്തിൽ ഗവർണറെയും വേട്ടയാടാം എന്നൊക്കെയാണ് CPM ധരിച്ചിരിക്കുന്നത്. അവരുടെ അണികളും അങ്ങനെയാണ്. അവരൊരു സത്യം മനസ്സിലാക്കാൻ ഏറ്റവും കുറഞ്ഞത് 20 വർഷം എടുക്കും. 1980 കമ്പ്യൂട്ടറിനെതിരെ വളരെ ശക്തമായിട്ട് സമരം ചെയ്തു. 2000 അതേ കൂട്ടർ കമ്പ്യൂട്ടറും ചുമന്ന് നടക്കുന്ന കാഴ്ച കേരളം കണ്ടതാണ്. ഇവിടെ കൃത്യമായിട്ട് ഒരു നരേറ്റീവ്, അതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ നിലമ്പൂരിലും തിരിച്ചടി കിട്ടി അല്ലേ? നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തോറ്റു.
ചേലക്കര സിറ്റിംഗ് സീറ്റ് പേരിന് നിലനിർത്താനായി ഭൂരിപക്ഷം വല്ലാണ്ട് കുറഞ്ഞു, ഞെങ്ങി ഞെരുങ്ങി ജയിച്ചു എന്ന് പറയാം. ചേലക്കര അത്രയും ഭൂരിപക്ഷം കിട്ടിയാൽ പോരാ, BJP വോട്ട് കണ്ടമാനം പിടിച്ചു, 20,000-ൽ നിന്ന് 34,000 എത്തി. ഈ സാഹചര്യത്തിൽ CPM-നെ സംബന്ധിച്ച് അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന മുസ്ലിം വോട്ട് തിരിച്ചു പിടിക്കണം. അത് തിരിച്ചു പിടിച്ച് ന്യൂനപക്ഷ വോട്ട്, മുസ്ലിം വോട്ട് മാത്രമല്ല ന്യൂനപക്ഷ വോട്ട്, ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ഇപ്പോൾ UDF-ലേക്ക് പോയിരിക്കുന്നത് തിരിച്ചു പിടിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ RSS-ന് നേരെ വെല്ലുവിളിക്കുന്നത്. ഞങ്ങൾക്ക് RSS-നെ നേരിടാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്കേ അത് സാധിക്കുകയുള്ളൂ എന്നിങ്ങനെ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമാണ് രാഷ്ട്രീയം. അതാണ് അനിൽകുമാറിൻ്റെ ഈ ചുവടുമാറ്റത്തിന് കാരണം. അന്ന് കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിന് അനിൽകുമാർ ഒരു ചെറിയൊരു കോളേജിൻ്റെ പ്രിൻസിപ്പൽ. അന്ന് അനിൽകുമാറിന് വിദ്യാർത്ഥി യൂണിയൻ്റെയൊക്കെ പിന്തുണ വേണം. ഇന്ന് അനിൽകുമാർ ഒരു വലിയ സർവകലാശാലയുടെ രജിസ്ട്രാറാണ്. അവിടെ അനിൽകുമാറിനെ പോറ്റി വളർത്തുന്ന, അനിൽകുമാറിന് താങ്ങും തണലുമായി നിൽക്കുന്ന യജമാനന്മാർ പറയുന്നത് അനിൽകുമാർ അനുസരിച്ചേ മതിയാവുള്ളൂ. അതിൻ്റെ ഒരു അനുരണനങ്ങളാണ് നമ്മൾ കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ അന്ന് കണ്ടത്. ആ ഭാരതാംബയുടെ ചിത്രം എടുത്തു മാറ്റാനും ഒക്കെ പറഞ്ഞ് ഗവർണറുടെ പരിപാടി, ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടി റദ്ദ് ചെയ്യാൻ രജിസ്ട്രാർക്ക് എന്ത് അധികാരം? ഒരു സർവകലാശാലയുടെ രജിസ്ട്രാർക്ക്. അപ്പോൾ അതാണ് CPM-നെ നമ്മൾ പഠിക്കേണ്ടത്. അവിടെ എന്ത് വില കൊടുത്തും എന്ത് ചെയ്തും അവർ അധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും അവർ പോകും എന്നുള്ളതാണ് ഈ സംഭവം തെളിയിക്കുന്നത്.